മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ രോഗിയെ സന്ദർശിക്കാനെത്തിയ ആളും സെക്യൂരിറ്റി ജീവനക്കാരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. സെക്യൂരിറ്റി ജീവനക്കാരനായ തെങ്കര സ്വദേശി വിഘ്നേഷിനെ രോഗിയുടെ ബന്ധു മർദ്ദിച്ചു എന്നാണ് പരാതി. കല്ലാങ്കുഴി സ്വദേശി മുഹമ്മദിനെയും മകൾ സജിനെയും സെക്യൂരിറ്റി തള്ളിയിട്ടെന്നും മറുപരാതിയുണ്ട്. മണ്ണാർക്കാട് പോലീസ് സംഭവ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. പോയിട്ട് ഞാനും പോകുന്നു പറഞ്ഞു. അപ്പൊ അവർ പിടിച്ചു ഉന്തിപ്പാനെ, നിങ്ങൾ പോകാൻ പറ്റൂല എന്ന് പറഞ്ഞല്ലേ പറഞ്ഞിട്ട് അവരിപ്പാനെ പിടിച്ചു ഉന്തി. പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായപ്പോൾ ഞാനെ പിടിച്ചു മാറ്റാൻ ചെന്നതാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തൽ കണ്ടപ്പോൾ ഞാനെ പിടിച്ചു മാറ്റാൻ ചെന്നേക്ക് എൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് നീ പോടി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ പിടിച്ചു ഉന്തി. പിന്നെ ഞാൻ എൻ്റെ ഉപ്പയാണ് നിങ്ങൾ പിടിപെടുന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നെ പിടിച്ചു ഉന്തേന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് ഈ രോഗികളെ കാണാൻ പോകുന്നൊരു സമയം വെച്ചിട്ടുണ്ട്. 2 മണി to 5 മണി വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയമില്ലാത്ത നേരത്ത് വന്നിട്ട് ഒരാൾ കാണാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിതിന് സമ്മതിച്ചു കൊടുത്തില്ല. ഈ സമയമല്ല പറഞ്ഞു. സമയത്ത് 2 മണിക്ക് വരണം, അപ്പോഴേ കാണാൻ പറ്റുള്ളൂ പറഞ്ഞു. അപ്പോൾ അയാൾ അവിടെ നിൽക്കുമ്പോൾ വേറെ ആൾ വരുന്നു. അയാളുടെ ഭാര്യയോടെ കിടക്കുന്നുണ്ട്. അയാളെ കുട്ടി അവിടെ ഉണ്ട്. അയാൾക്ക് ഡോക്ടർ വരുമ്പോൾ റിപ്പോർട്ട് വാങ്ങി കൊടുക്കണം പറഞ്ഞു. അപ്പോൾ അയാളെ വിട്ടപ്പോൾ ഇയാൾ അതിക്രമിച്ച് കയറി വന്നിട്ട് അയാൾ എന്തിനാണ് വിട്ടതെന്ന് വെച്ചാൽ എന്നെ തല്ലി ചെയ്തു. നിഖിൽ പ്രമേഷ് പാലക്കാട് വിശദാംശങ്ങളുമായി ചേർന്നു. നിഖിൽ, ഈ രോഗി സന്ദർശകരും സെക്യൂരിറ്റി ജീവനക്കാരും തമ്മിലുള്ള കലഹം പുതിയ സംഭവമല്ല. ഇവിടെ ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ്? നിയമ നടപടി ഉണ്ടോ സംഭവത്തിൽ? നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ കുടുംബം അറിയിക്കുന്നത്. മുഹമ്മദും സജ്നയും അറിയിക്കുന്നത് ആ തരത്തിൽ തന്നെയാണ്. മകന്റെ കുട്ടിയെ കാണുന്നതിന് വേണ്ടിയാണ്, ന്യൂമോണിയ ബാധിച്ച് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തന്റെ മകന്റെ കുട്ടിയെ കാണുന്നതിന് വേണ്ടിയാണ് മുഹമ്മദും അതോടൊപ്പം തന്നെ മകൾ സജ്നയും ഈ ആശുപത്രിയിൽ എത്തിയത്. ആ സമയത്ത് അകത്തേക്ക് കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ വിഘ്നേഷുമായ ഒരു തർക്കം ഉണ്ടാവുകയായിരുന്നു. തുടർന്ന് ഇവരെ ഇരുവരെയും, സജ്നയും അതോടൊപ്പം തന്നെ മുഹമ്മദിനെയും ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ തള്ളിയിട്ടു എന്നാണ് പറയുന്നത്. ഇതേ തുടർന്ന് ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ മുഹമ്മദ് കയ്യേറ്റം ചെയ്യാൻ പോകുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വിഘ്നേഷും പറയുന്നുണ്ട്. ഈ വിഘ്നേഷ് കോൽപ്പാടം സ്വദേശിയാണ്, തെങ്കര കോൽപ്പാടം സ്വദേശിയാണ്. ഇരുവരും തമ്മിൽ ഒരു തർക്കമുണ്ടായതിനെ തുടർന്ന് ആശുപത്രി ജീവനക്കാർ അതിനെ ഇരുവരെയും മാറ്റി നിർത്താൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. ഈ സെക്യൂരിറ്റി ജീവനക്കാരന്റെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റം അങ്ങേയറ്റം നിഷേധാത്മകമായിരുന്നു എന്നുള്ളതാണ് ഈ മുഹമ്മദും കുടുംബവും പറയുന്നത്. തങ്ങൾ വളരെയധികം ഈ കുട്ടിയെ കാണുന്നതിന് വേണ്ടി വളരെയധികം ആവശ്യപ്പെട്ടെങ്കിലും ഒരു നിലയ്ക്കും സമ്മതിച്ചില്ല. പക്ഷെ അതേസമയം ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ കൃത്യമായ സമയം, ഈ സന്ദർശകർക്ക് ഒരു സമയം അനുവദിച്ചിട്ടുണ്ട്. ആ സമയം കഴിഞ്ഞാൽ ഈ സന്ദർശകരെ ആശുപത്രിക്കുള്ളിലേക്ക് അനുവദിക്കാറില്ല. പിന്നീട് അടുത്ത സമയമാകുമ്പോൾ മാത്രമേ സന്ദർശക സമയം ഉണ്ടാകാറുള്ളൂ. പക്ഷേ ഇതിനിടയിൽ സംഭവിച്ചത് കയ്യാങ്കളിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകേണ്ടുന്ന തരത്തിലേക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോൾ മണ്ണാർക്കാട് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദൃക്സാക്ഷികളുടെയൊക്കെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ മുഹമ്മദും കുടുംബവും അറിയിക്കുന്നത്. അതേസമയം ആശുപത്രി ജീവനക്കാർക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ തടയാനുള്ള പ്രത്യേക നിയമമൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ആശുപത്രി ജീവനക്കാരും അറിയിക്കുന്നത്. സുഹൈൽ, ശരി, നിയന്ത്രണങ്ങളെ എതിർപ്പ് വൈകാരികമാകുമ്പോഴാണ് ഇത്തരത്തിൽ സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളും കയ്യാങ്കളികളും ഉണ്ടാകുന്നത്. എന്തായാലും രണ്ടു കൂട്ടരും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.